ഹലോ നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ വക്കീലാണ് അല്ലെങ്കിൽ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 76. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ സംവിധാനം നിലവിൽ വരുന്നത് 1950 ജനുവരി 28-നാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളം അറ്റോർണി ജനറൽ 2,25,000 രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യത സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അതായത് ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ആദ്യത്തെ അറ്റോർണി ജനറൽ സെത്തൽവാദ് ആയിരുന്നു, MC സെത്തൽവാദ്. 2 തവണ അറ്റോർണി ജനറലായ വ്യക്തികളാണ് സോളി സൊറാബ്ജിയും മിലൻ കെ ബാനർജിയും. ഏറ്റവും അധികം കാലം അധികാരത്തിലുണ്ടായിരുന്നത് മിലൻ കുമാർ ബാനർജിയാണ്, 8 വർഷം 2 തവണയായിട്ട്. 1 തവണ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്നത് സോളി സൊറാബ്ജിയാണ്, 6 വർഷം. ഇന്ത്യയിലെ നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ്, 16ാമത്. ഇന്ത്യയുടെ 2ാമത്തെ നിയമ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ. ആദ്യ സോളിസിറ്റർ ജനറലാണ് ചന്ദർ കിഷൻ ദപ്താരി. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഒന്നാമത്തെ വക്കീലാണ്, ഇന്ത്യയുടെ കേസുകൾ വാദിക്കുന്ന വക്കീലാണ് ആര്? അറ്റോർണി ജനറൽ. അതിൻ്റെ 2ാമത്തെ പോസ്റ്റാണ് സോളിസിറ്റർ ജനറൽ. അപ്പോൾ നമ്മളിന്ന് അവസാനിപ്പിക്കുന്നു.